ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാനുള്ള മുന്നേറ്റത്തിലാണ് രാജ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വദേശിയുടെ ആത്മാവ് ഉൾക്കൊള്ളാനും തദ്ദേശീയ ഉൽപ്പന്നങ്ങളെ പിന്തുണയ്ക്കാനും ആഹ്വാനം. ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ വേതനം ഇരട്ടിയാക്കിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും കമ്മീഷൻ. പരമ്പരാഗത ഭക്ഷ്യവിജ്ഞാനത്തെ മുഖ്യധാരയിലെത്തിക്കുക എന്ന ലക്ഷ്യമായി ആയുർവേദ ഭക്ഷണക്രമങ്ങളുടെ പട്ടിക ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കി. ഇന്നലെ അന്തരിച്ച എഴുത്തുകാരനും ചിന്തകനും സാഹിത്യ നിരൂപകനുമായ MK സാനുവിന് വിട നൽകാനൊരുങ്ങി സാംസ്കാരിക കേരളം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ മുതൽ ഇടുക്കി വരെ 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഇന്ത്യ മുന്നോട്ടുവച്ച 374 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന് 1 വിക്കറ്റ് നഷ്ടം. വാർത്തകൾ വിശദമായി. ആഗോളതലത്തിൽ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാനുള്ള മുന്നേറ്റത്തിലാണ് രാജ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വദേശിയുടെ ആത്മാവ് ഉൾക്കൊള്ളാനും തദ്ദേശീയ ഉൽപ്പന്നങ്ങളെ പിന്തുണയ്ക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഇന്നലെ ഉത്തർപ്രദേശിലെ വാരാണസിയിൽ 2200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ലോകം മുഴുവൻ ഇന്ത്യയുടെ സ്വാശ്രയ ശക്തി കണ്ടതാണെന്നും വരും ദിവസങ്ങളിൽ UPയിൽ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകൾ ശത്രുക്കൾക്ക് ഭീഷണിയാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ के दौरान भारत के स्वदेशी हथियारों की ताकत पूरी दुनिया ने देखी है. खासकर हमारी ब्रह्मोस मिसाइलें, इनकी दहशत भारत के हर दुश्मन के भीतर भर गई है. मुझे खुशी है कि वो ब्रह्मोस मिसाइलें हमारे UP में भी बनेगी. നേരത്തെ PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. രാജ്യത്തെ 9.7 കോടി കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 20,500 കോടിയിലേറെ രൂപയാണ് 20ാം ഗഡുവിലൂടെ കൈമാറുന്നത്. ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ വേതനം വർദ്ധിപ്പിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 6,000-ൽ നിന്ന് 12,000 രൂപയായാണ് വർധന. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള ഇൻസെന്റീവ് 1,000 രൂപയിൽ നിന്ന് 2,000 രൂപയായി വർദ്ധിപ്പിച്ചു. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് 24 മണിക്കൂർ പിന്നിടുമ്പോഴും പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അർഹരായ വോട്ടർമാരെ ഒഴിവാക്കിയെന്നോ അർഹരല്ലാത്തവർ കടന്നുകൂടിയെന്നോ പരാതിയില്ല. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തെക്കുറിച്ച് പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ നേരത്തെ തർക്കത്തിലേർപ്പെട്ടിരുന്നു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആയുർവേദ ഭക്ഷണക്രമങ്ങളുടെ പട്ടിക പുറത്തിറക്കി. പരമ്പരാഗത ഭക്ഷ്യവിജ്ഞാനത്തെ മുഖ്യധാരയിലെത്തിക്കാൻ അതോറിറ്റിയുടെ നടപടി സഹായകരമാകും. ആധികാരിക ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പാചകക്കുറിപ്പുകൾ, ചേരുവകൾ, പ്രക്രിയകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണങ്ങളെയാണ് ചട്ടങ്ങളിലൂടെ അംഗീകരിക്കുന്നത്. ഉപയോക്താക്കൾക്കും ബിസിനസുകാർക്കും വ്യക്തതയും ആത്മവിശ്വാസവും പകരും. ദേശീയപാത അതോറിറ്റിയുടെ കീഴിലുള്ള ദേശീയപാതകളുടെ ദൈർഘ്യം 120% വർദ്ധിച്ചതായി കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാത മന്ത്രി നിതിൻ ഗഡ്കരി. 2014-ലെ 4,000 കിലോമീറ്ററിൽ നിന്ന് 2025 ആയപ്പോൾ 8,700 കിലോമീറ്ററായാണ് വർദ്ധിച്ചത്. മികച്ച റോഡുകൾ യാഥാർത്ഥ്യമായതോടെ ചരക്ക് ഗതാഗതത്തിനുള്ള ചെലവ് 16%-ൽ നിന്ന് 10%-ആയി കുറഞ്ഞു. ഡിസംബറോടെ ഇത് 9%-ആയി കുറയ്ക്കാനാകും. ഗതാഗത ചെലവ് കുറയുന്നതോടെ കയറ്റുമതി ഇരട്ടിയാകുമെന്നും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ഗുജറാത്തിലെ ഭാവ്നഗർ റെയിൽവേ സ്റ്റേഷനിൽ ഭാവ്നഗർ അയോധ്യ പ്രതിവാര ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രേവ മുതൽ പൂനെ വരെയും ജബൽപൂർ മുതൽ റായ്പൂർ വരെയുമുള്ള മറ്റ് 2 ട്രെയിൻ സർവീസുകളും അദ്ദേഹം വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായ്, കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യ, നിമു ബെൻ ബഹ്മാനിയ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ഈ വർഷത്തെ നീറ്റ് PG പരീക്ഷ ഇന്ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ഒറ്റ ഷിഫ്റ്റിലായാണ് പരീക്ഷ നടക്കുക. ഉദ്യോഗാർത്ഥികൾ രാവിലെ 8:30 മുൻപ് പരീക്ഷാ കേന്ദ്രത്തിൽ പ്രവേശിക്കണം. ഏകദേശം 2.50 ലക്ഷത്തോളം മെഡിക്കൽ ബിരുദധാരികളാണ് പരീക്ഷയ്ക്കായി അപേക്ഷിച്ചിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരള ഫിലിം പോളിസി കോൺക്ലേവിന് ഇന്ന് സമാപനം. മന്ത്രി സജി ചെറിയാൻ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്നലെ ആരംഭിച്ച കോൺക്ലേവിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു. സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രതിനിധികൾ പാനൽ ചർച്ചകളിൽ പങ്കെടുത്തു. പ്രൊഫസർ M.K. സാനുവിന് വിട നൽകാനൊരുങ്ങി സാംസ്കാരിക കേരളം. വിട വാങ്ങുന്നത് എഴുത്തുകാരനും ചിന്തകനും സാഹിത്യ നിരൂപകനും അധ്യാപകനുമെന്ന നിലയിൽ തലമുറകളെ പ്രചോദിപ്പിച്ച പ്രതിഭ. പ്രൊഫസർ M.K. സാനുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. വിശദാംശങ്ങളിലേക്ക്. ഭൌതികദേഹം രാവിലെ 10 മുതൽ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. വൈകിട്ട് എറണാകുളം രവിപുരം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. ഇന്നലെ വൈകിട്ടാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചത്. പ്രൊഫസർ M.K. സാനുവിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു. കേരള ജ്യോതി പുരസ്കാരം, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 40ഓളം കൃതികൾ രചിച്ചു. കർമ്മഗതിയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ മുതൽ ഇടുക്കി വരെ 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ ഇന്ന് വൈകുന്നേരം മുതൽ നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി മന്ത്രിമാരായ P. രാജീവും R. ബിന്ദുവും ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്ന് സൂചന. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായേക്കും. സുപ്രീംകോടതി വിധിയെ തുടർന്ന് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക വിസിമാർക്ക് ചാൻസലർ കൂടിയായ ഗവർണർ പുനർനിയമനം നൽകിയിരുന്നു. ഭാരതീയ വിചാരകേന്ദ്രം സംസ്ഥാന പഠന ശിബിരം ഇന്ന് മാഹിയിൽ നടക്കും. മുനിസിപ്പൽ ടൗൺ ഹാളിൽ രാവിലെ അഖില ഭാരതീയ സംയോജകൻ പ്രജ്ഞ പ്രവാഹ് ജെ. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ അവതരണം നടക്കും. വിശാല ഭാരതം, പവിത്ര ഭാരതം, ഭാരത ദേശീയത, രാജനൈതിക സാംസ്കാരിക പരിപ്രേക്ഷ്യം, ഏകാത്മ മാനവ ദർശനം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രമുഖർ സംസാരിക്കും. ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഇന്ത്യ മുന്നോട്ട് വച്ച 374 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് ഇന്നലെ 1 വിക്കറ്റ് നഷ്ടത്തിൽ 50 റൺസ് നേടി. 5ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യക്കെതിരായ 2ാം ഇന്നിംഗ്സ് ഇംഗ്ലണ്ട് ഇന്ന് പുനരാരംഭിക്കും. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. നിലവിൽ ഇംഗ്ലണ്ട് 2-1 എന്ന നിലയിൽ മുന്നിലാണ്. കസാഖിസ്ഥാനിൽ നടക്കുന്ന വേൾഡ് അത്ലറ്റിക് കോണ്ടിനെന്റൽ ടൂർണമെന്റ് ലോങ് ജമ്പിൽ ഇന്ത്യയുടെ മുരളി ശ്രീശങ്കറിന് സ്വർണം. ആദ്യ ശ്രമത്തിൽ തന്നെ 7.94 മീറ്റർ ചാടിയാണ് മുരളി ശ്രീശങ്കർ സുവർണ നേട്ടം സ്വന്തമാക്കിയത്. ഫിലിപ്പൈൻസ് താരം വെള്ളിയും അസർബൈജാൻ താരം വെങ്കലവും നേടി. ജമ്മു കാശ്മീരിൽ ദക്ഷിണ കാശ്മീരിലെ കുൽഗാം ജില്ലയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടു. ഭീകരർക്കെതിരായ നടപടി തുടരുകയാണെന്ന് ജമ്മുകാശ്മീർ പോലീസ് അറിയിച്ചു. പ്രദേശം സൈന്യം വളഞ്ഞിരിക്കുകയാണ്. രാജ്യത്തെ പ്രതിരോധ നവീകരണത്തിലെ സുപ്രധാന നീക്കമായ 16 എയർബസ് C-295 സൈനിക വിമാനങ്ങളുടെ അവസാന ബാച്ച് ലഭിച്ചു. സ്പെയിനിലെ സെവിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് K. പട്നായിക്കും മുതിർന്ന ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഷെഡ്യൂളിന് 2 മാസം മുൻപ് കൈമാറ്റം നടന്നതായി മാഡ്രിഡിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. 2024 ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസും ചേർന്ന് ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായാണ് C-295 സൈനിക വിമാനങ്ങളുടെ കൈമാറ്റം. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി ഡൽഹിയിൽ സുരക്ഷ ശക്തമാക്കി പോലീസ്. ഈ മാസം 16 വരെ പാരാഗ്ലൈഡറുകൾ, ആളില്ല ആകാശവാഹനങ്ങൾ, ആളില്ല വിമാനങ്ങൾ, മൈക്രോലൈറ്റ് വിമാനങ്ങൾ തുടങ്ങി പരമ്പരാഗത വ്യോമ സംവിധാനങ്ങൾ പറത്തുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാനുള്ള മുന്നേറ്റത്തിലാണ് രാജ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വദേശിയുടെ ആത്മാവ് ഉൾക്കൊള്ളാനും തദ്ദേശീയ ഉൽപ്പന്നങ്ങളെ പിന്തുണയ്ക്കാനും ആഹ്വാനം. ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ വേതനം ഇരട്ടിയാക്കിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും കമ്മീഷൻ. പരമ്പരാഗത ഭക്ഷ്യവിജ്ഞാനത്തെ മുഖ്യധാരയിലെത്തിക്കുക എന്ന ലക്ഷ്യമായി ആയുർവേദ ഭക്ഷണക്രമങ്ങളുടെ പട്ടിക ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കി. ഇന്നലെ അന്തരിച്ച എഴുത്തുകാരനും ചിന്തകനും സാഹിത്യ നിരൂപകനുമായ M.K. സാനുവിന് വിട നൽകാനൊരുങ്ങി സാംസ്കാരിക കേരളം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ മുതൽ ഇടുക്കി വരെ 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഇന്ത്യ മുന്നോട്ട് വെച്ച 374 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 1 വിക്കറ്റ് നഷ്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.